ഒരു വലിയ കുതിപ്പിലേക്കാണ് യു ഡി എഫ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഒരു കാലത്ത് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് വിട്ടുപോയി മറുചേരിയിൽ ചേക്കേറുകയും ചെയ്ത പാർട്ടികളും വ്യക്തികളുമൊക്കെ തന്നെ ഇന്ന് യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തിരിച്ചുവരവിനുള്ള ഒരുക്കമാണ് കാണുന്നത്. KPCC ആഹ്വാനം ചെയ്ത 4 മേഖലാ ജാഥകൾ, അതിൽ 3 എണ്ണത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ 4 ജാഥകൾ പൂർത്തിയാവുന്നതോടെ ഇവിടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അപ്രതീക്ഷിതമായി യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന കക്ഷികളൊക്കെ തന്നെ അവിടുന്ന് അടർന്നു മാറി യു ഡി എഫിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു മാജിക്ക് കേരളത്തിൽ ഉടൻ നടക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ടീം യു ഡി എഫ് ചരിത്രത്തിലില്ലാത്ത സീറ്റുകൾ കൊയ്ത് അധികാരത്തിൽ വരുമ്പോൾ ചരിത്രം കോൺഗ്രസിൻ്റെ ആ പഴയകാല പ്രതാപങ്ങളെ പുനരാവിഷ്കരിക്കുകയാവും. ടീം യു ഡി എഫിലേക്ക് CPI കൂടി എത്തുമോ എന്നത് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് MP ഇക്കാര്യത്തിൽ ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നാണ് വെളിപ്പെടുത്തിയത്. കാലങ്ങളായി CPI എടുത്ത നിലപാടുകൾ CPMന് എതിരാണെങ്കിലും തുറന്നു പറയുന്നതിൽ മടി കാണിച്ചിരുന്നില്ല. സീറ്റ് നിലകളിലും ഭരണപരമായ വകുപ്പ് തലങ്ങളിലും CPIയെ താഴ്ത്തിക്കെട്ടാൻ CPM കാണിച്ചിട്ടുള്ള കുറുക്കുവഴികൾ CPIക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ കടുത്ത അതൃപ്തി CPIക്ക് CPMനോട് ഉണ്ട് താനും. അത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ഈ പുതിയ നീക്കം നടത്തുന്നത്. അതുമാത്രമല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ചില ചർച്ചകൾ കൂടി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. LDF വിട്ട് തങ്ങൾ പോകില്ല എന്ന നിലപാട് മുൻപ് ജോസ് കെ മാണി പരസ്യപ്പെടുത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കി. കർഷക പാർട്ടിയായ കേരള കോൺഗ്രസ് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നിലനിൽക്കുക എന്നതുകൊണ്ട് തന്നെയാണ് വനം വന്യജീവി കാര്യത്തിൽ സർക്കാരിനെതിരെ പരസ്യ പ്രസ്താവനയോടെ രംഗത്ത് വന്ന് ജോസ് കെ മാണി പറഞ്ഞത്, വനഭേദഗതിയിൽ കർഷകർക്ക് അനുകൂലമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളണം എന്ന്. ഇപ്പോൾ LDF മുന്നണിയുടെ ഭാഗമാണെങ്കിലും തികഞ്ഞ അതൃപ്തി മാണി വിഭാഗത്തിന് ഉണ്ട് എന്നാണ് തെളിയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് ഇപ്പോൾ ജോസ് കെ മാണിയെ സമീപിച്ചതും ചർച്ചകൾ പുരോഗമിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ കണ്ട് ജോസ് കെ മാണി ചർച്ച ചെയ്തതും ഇതിൻ്റെ ഭാഗമായിരിക്കും. ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു വാർത്ത പുറത്തു വരുന്നു. CK ജാനു ടീം യു ഡി എഫിൻ്റെ ഭാഗമാകാൻ കത്ത് നൽകി എന്ന്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. മുത്തങ്ങ വെടിവെപ്പിൻ്റെ കറ യു ഡി എഫിൻ്റെ നെറ്റിയിൽ ചാർത്താൻ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നയിച്ച ഒരാളെന്ന നിലയിൽ CK ജാനുവിൻ്റെ UDF പ്രവേശനം എങ്ങനെ കോൺഗ്രസ് കണക്കിലെടുക്കുമെന്നതാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 ചേർന്ന UDF യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നുവെങ്കിലും കോൺഗ്രസിനകത്തു നിന്ന് ചില എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. മുൻപ് CK ജാനുവുമായി സഹകരണം ഉണ്ടായപ്പോഴൊക്കെ പഞ്ചായത്തിൽ പോലും CK ജാനു തോറ്റു എന്നതാണ് ഉയർന്നു വന്ന ചർച്ച. ലീഗും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാരണം പ്രാദേശിക തലത്തിൽ ലീഗും CK ജാനുവും തമ്മിൽ ഒരു സ്വരച്ചേർച്ച നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ ഈ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണം. എങ്കിലും സഹകരിക്കാമെന്ന പൊതുധാരണ നിലവിൽ വന്നു എന്നാണ് അറിവ്. പ്രിയങ്ക ഗാന്ധി MPയുടെ പ്രത്യേക താല്പര്യം ഉണ്ട് എന്നാണ് അറിയുന്നത്. കാരണം സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ഗോത്ര പാരമ്പര്യമുള്ള ഒരു കക്ഷി എന്ന നിലയിലാണ് ഇവരെ പ്രിയങ്ക പരിഗണിക്കുന്നത്. ഒരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം എന്ന നിലയിൽ മുത്തങ്ങ വെടിവെപ്പ് രാഷ്ട്രീയ കേരളത്തിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് ചില്ലറ ഒന്നും ആയിരുന്നില്ല. ആ സംഭവത്തിലെ പ്രതീകമാണ് CK ജാനു. അവരുടെ പാർട്ടിയാണ് ജനാധിപത്യ രാഷ്ട്രീയ സഭ. മുൻപ് UDFനെ പ്രതിക്കൂട്ടിലാക്കി ഉയർന്നു വന്ന ഇവർ ഇന്ന് UDFിലേക്ക് ചേരാൻ കത്ത് നൽകിയെങ്കിൽ UDF അതിലെടുക്കുന്ന തീരുമാനം സഹകരണമോ UDF പ്രവേശനമോ എന്നത് ആണ്. UDFിലേക്ക് വേണ്ട എന്നതും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം കക്ഷികൾ ഇല്ല എങ്കിലും UDF ശക്തമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. RJDയും ടീം UDFിൻ്റെ ഭാഗമാകാൻ തുനിയുന്നു എന്നതാണ് വിവരങ്ങൾ.
RJD പാർട്ടി ചെയർമാനായ MP ശ്രേയസ് കുമാറിനെ രാജ്യസഭാ സീറ്റിൽ മത്സരിപ്പിക്കാതെ CPM സീറ്റ് ഹൈജാക്ക് ചെയ്തതിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അതാണിപ്പോൾ RJD ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. NCPയും ഇപ്പോൾ ടീം UDFിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് എന്ന് കേൾക്കുന്നു. ഇടതുമുന്നണിയിൽ കടുത്ത അതൃപ്തിയിൽ കഴിയുന്ന NCP കഴിഞ്ഞ നിയമസഭാ സീറ്റുകളിൽ NCPക്ക് നൽകിയിരുന്ന കുട്ടനാട്, എലത്തൂർ സീറ്റുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ NCPക്ക് നൽകില്ല എന്ന സമീപനമാണ് LDFിൻ്റേത്. ഇതൊക്കെ NCPയെ കനത്ത അതൃപ്തിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. LDFിൽ നിന്നാൽ NCP അനുഭവിക്കുന്ന ഈ അവഗണന തുടരും എന്നതുകൊണ്ടും UDFിലേക്ക് വന്നാൽ വേണ്ട പരിഗണന ലഭിക്കും എന്നതും കണ്ടാണ് NCP UDFിലേക്ക് ചായാൻ മുതിരുന്നത്. ഇങ്ങനെ അതൃപ്തിയിൽ കഴിയുന്ന ചെറുകിട പാർട്ടികളൊക്കെ ചേക്കേറാൻ UDF ചില്ലകൾ തിരയുമ്പോൾ അവരൊക്കെ സ്വന്തം നിലനിൽപ്പിനായി നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ടീം UDF ശക്തമായ നീക്കമാണ് നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞതുപോലെ 110 മുകളിൽ സീറ്റ് എന്നത് UDF ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ഭരണം അത് ജനഹിതം മാനിച്ചാണ് നടപ്പിലാക്കുക എന്ന് UDF പറയുമ്പോൾ നമുക്കും അത് ആശ്വസിക്കാം. കാരണം LDFിൻ്റെ 2 ടേം ഭരണകാലം അത് ജനദ്രോഹപരവും മൃഗീയവും ആയിരുന്നു. അതിൽ നിന്നും ടീം UDF ജനത്തെ ചേർത്ത് പിടിക്കും എന്നത് ഉറപ്പാണ്. ടീം UDFിൻ്റെ ഈ സംരക്ഷണം നമുക്ക് ഇരു കൈയും നീട്ടി സ്വീകരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.